Now we are going to discuss about ectopic pregnancy. അപ്പോൾ ectopic pregnancy എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസി യൂട്രസിലാണ് സാധാരണ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അത് ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂട്രസിലല്ലാതെ വേറെ എവിടെയും പോയി ഇംപ്ലാന്റ് ചെയ്താൽ that is termed as ectopic pregnancy outside the normal. എന്നാണ് ectopicന്റെ അർത്ഥം. Any pregnancy where the fertilized ovum gets implanted and develops in a site other than normal uterine activity. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ വായിച്ചിട്ട് അതിനനുസരിച്ച് ആൻസർ എഴുതിക്കൊള്ളൂ. It represents a serious hazard to a woman's health and reproductive potential, requiring prompt recognition and early aggressive intervention. അല്ലെ, അത് ectopic pregnancy ആദ്യമേ മനസ്സിലാക്കാതെ അബ്ഡോമിനൽ പെയിനും എല്ലാം വന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്താൽ ഫലോപ്പിയൻ ട്യൂബേ പോയി. ഓക്കെ, അപ്പൊ അതൊരു മേജർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. So this is ectopic pregnancy outside the tubular ectopic pregnancy and fallopian tube. So according to the implantation site, ectopic pregnancy can be divided into extrauterine and uterine. Extrauterine തന്നെ tubal is the most commonest, ovarian, abdominal. In the abdominal itself, it is primary, secondary. In the secondary, intraperitoneal, extraperitoneal, broad ligament, rare. In uterine, cervical, angular, cesarean scar, cornual. അവിടെയൊക്കെ പോയി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ that is intrauterine ectopic pregnancy or uterine ectopic pregnancy. Extrauterine pregnancy ട്യൂബിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. That is 95 to 96%, ambula 70%, isthmus 25%, interstitial 18%, and infundibulum 2%. Okay, so according to the site of the fallopian tube, ഏറ്റവും കൂടുതലുള്ളത് ambulary ആണ് 70%. അപ്പൊ ഈ ectopic pregnancy ട്യൂബിൽ വരാനുള്ള മെയിൻ കാരണം എന്താണ്? ഇപ്പൊ ട്യൂബിന്റെ പ്രത്യേകത എന്താ? ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രത്യേകത, it has got tiny hairs like cilias are there, as well as tube has got peristaltic movement. Peristaltic movement ആയിട്ടുള്ള വേവ് ലൈക്ക് മസ്കുലർ ആക്ഷനും സീലിയാസും ട്യൂബിലുണ്ട്. എന്തിനാണ് ഇത് രണ്ടും ദൈവം ഫലോപ്പിയൻ ട്യൂബിന് കൊടുത്തിട്ടുള്ളത്? ഓവറിൽ നിന്ന് റിലീസായ ഓവം ട്യൂബിലെ ഫിംബ്രിയെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ യൂട്രസിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ രണ്ട് കാര്യവും ഫലോപ്പിയൻ ട്യൂബിന് ദൈവം കൊടുത്തു വിട്ടത്. അപ്പൊ എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഭൂതകാലത്തിൽ മീൻസ് when they are kids, എപ്പോഴെങ്കിലും ആയാലും എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫലോപ്പിയൻ ട്യൂബിൽ വന്നു കോട്ടെ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഫലോപ്പിയൻ ട്യൂബിൽ വന്നു. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നെ കൂടാതെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് PID പഠിച്ചിട്ടുണ്ടാവും ഗൈനക്കോളജി. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫലോപ്പിയൻ ട്യൂബിനൊക്കെ വല്ലാതെ എഫക്ട് ചെയ്യും. അപ്പൊ അതിനകത്തുള്ള സീലിയാസ് ഒന്നും ഉണ്ടാവില്ല, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഓവറി അവിടെ വന്ന് ഉള്ള ഓവം ക്യാച്ച് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ഈ ക്രിപ്സിലൊക്കെ, ക്രിപ്സ് എന്നാ പറയാ, അതായത് ഇൻഫെക്ഷൻ വന്നു പോയി കഴിഞ്ഞ് ഉണങ്ങിയ സ്ഥലത്തിനെ ക്രിപ്റ്റ് എന്ന് തന്നെ പറയും. അപ്പൊ ആ ക്രിപ്സിൽ വന്ന് ഓവം അവിടെ നിന്നു, സ്പേം വന്നു, അതിനനുസരിച്ച് ഫെർട്ടിലൈസേഷൻ ആയി കഴിഞ്ഞാൽ ദിസ് ഫെർട്ടിലൈസ്ഡ് ഓവം ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പൽ ചെയ്യില്ല, മുന്നോട്ടേക്ക് പോവില്ല. അപ്പൊ മുന്നോട്ടേക്ക് പോവാതെ ആകുമ്പോൾ അത് അവിടെ തന്നെ വളരും. അതിന്റെ സോണാ പെല്ലിസൂടെ അങ്ങ് പോകും. സോണാ പെല്ലിസൂടെ അങ്ങ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എവിടെയാണോ സോണാ പെല്ലിസൂടെ പോകുന്നത് അവിടെ അത് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ തിയറി പഠിച്ചിട്ടുള്ളത്. സെയിം വേ അത് ആ ക്രിപ്സിൽ കുടുങ്ങിപ്പോയാൽ അവിടെ അറ്റാച്ച് ചെയ്യും, അത് അവിടുന്ന് വലുതാവും ചെയ്യും, യൂട്രസ് സഞ്ചരിച്ച് വലുതാവും. പിന്നെ അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തുമ്പോഴാണ് പെയിൻ ആയിട്ട് അനുഭവപ്പെടുന്നത് ഒക്കെ അനുഭവപ്പെട്ട് അങ്ങനെ പോകുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ റപ്ചർ, ഫലോപ്പിയൻ ട്യൂബ് റപ്ചർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫലോപ്പിയൻ ട്യൂബ് റപ്ചർ ആവാതെ അതിന്റെ മുന്നേ തന്നെ ഏർലി ഡയഗ്നോസിസ് നടന്നാൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അപ്പൊ ഇതാണ് ഏകദേശം ectopic pregnancy മോസ്റ്റ് മേജർ കോസ് വൈ ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ് എന്നുള്ളത് ഇതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓരോ സൈറ്റ്സ് എവിടൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തോളൂ. uterus, cervical, intramural, interstitial, isthmic. So incidence and mortality കാര്യമായിട്ട് വേണ്ട. Etiology, what is the cause? അതാണ് പറഞ്ഞത്. Any factor that causes delayed transport of the fertilized ovum through the tube. ട്യൂബിൽ കൂടെ യൂട്രസിലേക്ക് എത്താനുള്ള സിരിയും പെരിസ്റ്റാൾസും ഒന്നും ഇല്ലാത്ത അവസ്ഥ. Fallopian tube favors implantation. The tubal mucosa
itself, thus giving rise to tubal ectopic pregnancy. ഇനി fallopian tube തന്നെ പിടിച്ചു വെച്ചിട്ട് implanted ആക്കുകയാണെങ്കിൽ these factors may be congenital or acquired. Congenital causes എന്തൊക്കെയാണ്? Tubal hypoplasia, tortuosity. Tubal hypoplasia means ട്യൂബില് അധികം സെൽസ് ഒന്നും ഡിവൈഡ് ചെയ്ത് സെക്രീഷൻസ് ഒന്നും ഉണ്ടാവാനുള്ള സെൽസ് ഇല്ല. ടോർച്ചുസിറ്റി എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ കെട്ടിമണങ്ങി കണങ്ങി കിടക്കുക. കൺജനൈറ്റൽ ഡൈവർട്ടിക്കുലൈ, the same aspect. Accessory ostia, partial stenosis, elongation, intramural polyp, entrap the ovum on its way. So these are all the congenital causes of ectopic pregnancy. മനസ്സിലായല്ലോ? ട്യൂബൽ ഹൈപ്പോപ്ലേസിയ, ടോർച്ചുസിറ്റി, congenital diverticuli, accessory ostia, partial stenosis, ട്യൂബ് നേരോ ആവുക, elongation, intramural polyp, entrap the ovum on its way. Okay. Then next we can see the other causes. Acquired causes. Acquired causes ആണ് ഞാൻ ആദ്യം പറഞ്ഞ pelvic inflammatory disease, PID. Chlamydia trachomatis is the most common. Pelvic inflammatory disease ൽ Chlamydia trachomatis ഉണ്ട്, Neisseria gonorrhea ഉണ്ട്, Trichoderma pallida ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ ഈ ഇതിന്റെ അകത്ത് pelvic inflammatory disease. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വന്ന് കാർന്നു നിന്ന ട്യൂബിനെ നാശകോശമാക്കി മാറ്റുന്നത് Chlamydia trachomatis ആണ്. Okay. So contraceptive failure, puberty 4%, progesterone 17%, many pills 10%, Norplant 30%. So pelvic inflammatory disease, Chlamydia trachomatis, contraceptive failure, puberty, progesterone, many pills, Norplant. Contraceptive failure. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫെയിലിയർ റേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. Procedures, tubal sterilization and reversal of sterilization, there is chance for ectopic pregnancy. Then 4 to 5 times tubal reconstructive surgery, assisted reproductive technique, previous ectopic pregnancy. Assisted reproductive technique, ovulation, induction, IVF, ET, gift ഒക്കെ ചെയ്ത് അതിപ്പോ ചെയ്ത് സക്സസ് ആവാതെ അത് പോയിട്ട് പിന്നെ നാച്ചുറലി വരുന്ന ആൾക്കാരാണ്. നാച്ചുറലി വരുന്ന ആൾക്കാർക്ക് നല്ല നാച്ചുറൽ ആസ്പെക്ട്സ് തന്നെ ആയിരിക്കും. പക്ഷെ their tubal strength as well as the inside the tube, all the things might be lost. So that leads to ectopic pregnancy. Previous ectopic pregnancy, 10-15% is the chance. Then other risk factors, age 35 to 45 years, more risk factors for ectopic pregnancy. Previous induced abortion, previous pelvic surgeries, cigarette smoking, DS exposure in utero, infertility, salpingitis, isthemia nodosa, genital tuberculosis, fundal fibroid and adenomyosis of tube, transperitoneal migration of tube. Other risk factors ആണ് ഇതെല്ലാം. Okay. അതിനകത്തുള്ള തിയറി ആണ് ectopic pregnancy. Theory of reflux. Menstrual fluid through the fertilized ovum into the tube. Theory of reflux. എന്താന്ന് വെച്ചാൽ endometrium is there in the uterus. അപ്പൊ മെച്ചൂർഡ് ഓവമാണ് വരുന്നെങ്കിൽ ആ ഓവത്തിന് ചിലപ്പോൾ റിഫ്ലക്സ് തിയറി പോലെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ച് നല്ല ആ ഫെലോപ്പിയൻ ട്യൂബ് കൂടെയാണല്ലോ വന്നത്. അപ്പൊ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് തന്നെ മിക്സപ്പ് ആക്കി വെച്ചോടെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. ദാറ്റ് ഈസ് തിയറി ഓഫ് റിഫ്ലക്സ്. അപ്പൊ അങ്ങനെ സംഭവിക്കുക എന്ത് ചെയ്യും? ഇത്ര ദിവസം കഴിയുമ്പോൾ ഇതിലെ സ്ട്രക്ചേഴ്സ് എല്ലാം മാറും. സോണ പെല്ലിസൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ അത് അവിടെ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ദ theory of reflux. Okay. Factors facilitating nidation of ovum in the tube. Nidation എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്നെ നിൽക്കുക, ഇങ്ങോട്ടും മുന്നോട്ടും ഇല്ല, പുറകോട്ടും ഇല്ല, മേലോട്ടും ഇല്ല എന്ന രീതിയിൽ അവിടെ നിൽക്കുക, nidation. So premature degeneration of zona pellucida, increased residual reaction, tubal endometriosis, ruptured ectopic pregnancy ആണ് ഈ കാണുന്നത്. സോ ക്ലിനിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് ക്ലിനിക്കലി അപ്രോച്ച് ചെയ്യാൻ നമുക്ക് തോന്നപ്പെടുക? എപ്പോഴാണ് പെയിൻ വരുമ്പോൾ തന്നെ ഓടിക്കോളും. സിവിയർ പെയിൻ വിൽ ബി there. Diagnosis can be done by history, detailed examination, judicious use of investigation, history of past PID, tubal pregnancy, current contraceptive measures should be asked. Wide spectrum of clinical presentation from asymptomatic with acute abdomen and in shock.
സോ അക്യൂട്ട് എക്ടോപിക് പ്രഗ്നൻസിന്റെ ക്ലാസിക്കൽ ട്രയാഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അധിക ക്വസ്റ്റ്യനും. പെയിൻ, അമിനോറിയ, വെജൈനൽ ബ്ലീഡിംഗ്. ദിസ് ഇസ് ദ ക്ലാസിക്കൽ ട്രയാഡ് ഓഫ് എക്ടോപിക് pregnancy, acute ectopic pregnancy. Classical triad: pain, amenorrhea, and vaginal bleeding. So vaginal bleeding എങ്ങനെയായിരിക്കും? ഫ്ലൂയിഡ് ഇങ്ങനെ തുറന്നുവിട്ട പോലെയുള്ള ബ്ലഡ് ഇങ്ങനെ പോകുന്നതല്ല, സ്കാൻഡി ഡാർക്ക് ബ്രൗൺ. Only 1 or 2 drops will be there. പേഷ്യന്റ് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യാം? ചിലപ്പോൾ ഇതുപോലെ കേസ് ഹിസ്റ്ററീസ് ഒക്കെ ചോദിക്കാം. കണ്ടീഷനിൽ പേഷ്യന്റ് ഈസ് റെസ്റ്റ്ലെസ്, അഗഡി, looks blanched, pale, sweating with cold, clammy skin, features of shock, tachycardia, hypotension. അപ്പം ഓൺ എക്സാമിനേഷൻ എന്താ ഉണ്ടാവുക? അബ്ഡമൻ ടെൻസ്, ടെൻഡർ മോസ്റ്റ്ലി ഇൻ ലോവർ അബ്ഡമൻ, ഷിഫ്റ്റിംഗ് ഡൾനെസ്, rigidity may be present. Minimal bleeding may be present. Uterus may be bulky, deviate to opposite side, fornix is tender, excitation, pain on the movement of cervix. Pouch of Douglas, POD എന്ന് പറഞ്ഞാൽ pouch of Douglas may be full. Uterus floats as if in water. So this are the per vaginal examinations. അപ്പം ഞാൻ ഇവിടെ വെച്ചും ഇത് നിർത്തുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.